വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. എല്ലാ ദിവസവും തുടർച്ചയായി ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നിങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. മൺഡേ ടു ഫ്രൈഡേ വി ആർ ദെയർ. ഒരു ദിവസം പോലും മുടങ്ങാതെ തുടർച്ചയായി കാണുക. ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, ഹൈദരാബാദിലുള്ള ബേസിൽ കുര്യാക്കോസിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് അവരുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങ് ഒരു പൈതലിനെ കൊടുത്തല്ലോ. അതിന് നന്ദി സൂചകമായി ഞങ്ങളിത് ചെയ്യുന്നു. അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. തിരുവനന്തപുരത്തുള്ള വെൽവിഷക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ. താങ്ക് യു ഫാദർ. ഞങ്ങൾ ചേർന്ന് കർത്താവെ ഇവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ഒക്ടോബർ 7 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കുന്നംകുളം ഒക്ടോബർ 8 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ലോട്ടസ് പാലസ്, വടക്കാഞ്ചേരി റോഡ്, കുന്നംകുളം. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. Romans chapter 6 and verse number 23. റോമാലേഖനം 6-ാം അധ്യായം 23. For the wages of sin is death, but the gift of God is eternal life in Christ Jesus our Lord. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. So to get eternal life, what should you do? നിങ്ങൾ നിത്യജീവൻ കിട്ടാൻ എന്താണ് ചെയ്തത്? From the beginning of history, man is trying to find some medicine so that if you have that medicine, you live forever. മാനവ ചരിത്രത്തിന്റെ ആദ്യകാലം മുതൽ തന്നെ മനുഷ്യൻ ഒരു ഔഷധം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ എന്നേക്കും മരണമില്ലാതെ ജീവിക്കാൻ പറ്റും. ചാകാതിരിക്കാനുള്ള മരുന്ന്. If you drink that, you live forever. അത് കുടിച്ചാൽ എന്നേക്കും ജീവിക്കും. So researches have been done throughout the history in all the world, in different continents, even in the depth of the forest they were researching so that this medicine will give them eternal life.
ഈ ഔഷധം നിത്യജീവൻ അല്ലെങ്കിൽ മരിക്കാതെ സൂക്ഷിക്കും എന്ന് കരുതി പണ്ട് മുതൽ തന്നെ ആളുകൾ ഗവേഷണങ്ങൾ നടത്തി എല്ലാ ഭൂഖണ്ഡങ്ങളിലും അന്വേഷിച്ചു വരികയാണ്. Whatever man is searching, God has the answer. മനുഷ്യൻ എന്തൊക്കെ അലഞ്ഞു തിരിഞ്ഞ് അന്വേഷിക്കുന്നുണ്ടോ അതിന്റെ ഉത്തരം കർത്താവിന്റെ കയ്യിലുണ്ട്. Say hallelujah. ഹല്ലേലൂയ. If you want to live forever, നിങ്ങൾ എന്നേക്കും ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു, God has his medicine bottle with him. ദൈവത്തിന് തന്റെ കയ്യിൽ അതിനുള്ള ഔഷധ കുപ്പിയുണ്ട്. Hallelujah. ഹല്ലേലൂയ. That's why Romans 6:23 says, അതുകൊണ്ടാണ് റോമർ 6:23 പറയുന്നത്, eternal life നിത്യജീവൻ is a gift from God. അത് ദൈവത്തിൽ നിന്നുള്ളൊരു സമ്മാനമാണ്. You remember the gift packet? നിങ്ങൾ ഒരു സമ്മാന പൊതി ഓർക്കുന്നുണ്ടോ? God is giving it without any bill to our hands. ഒരു ബില്ലും കൂടാതെ ചാർജ് ഈടാക്കാതെ നമ്മുടെ കയ്യിലേക്ക് തരികയാണ്. Ephesians 2 verse number 8 and 9. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വചനങ്ങൾ. For it's by grace you have been saved through faith, and this is not from yourselves, it's a gift of God, not by works, so that no one can boast. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. So again it says it's a gift from God. വീണ്ടും അത് പറയുകയാണ്, അത് ദൈവത്തിന്റെ ദാനമാണ്. Salvation is a gift from God. രക്ഷ ദൈവത്തിന്റെ ഒരു ദാനമാണ്. Hallelujah. Hallelujah. And for this he gave his only begotten son to us. അത് നമുക്ക് നൽകുവാനായി നമുക്ക് വേണ്ടി തന്റെ ഏകജാതനായ മകനെ അവൻ നൽകി. Hallelujah. ഹല്ലേലൂയ. Having eternal life, having salvation means having Jesus in your life. നിത്യജീവൻ നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ നമുക്ക് ലഭിക്കുക എന്നാണ് അർത്ഥം. John 3:16. യോഹന്നാന്റെ സുവിശേഷം For God so loved the world that he gave his one and only son, that whoever believes in him shall not perish but have eternal life. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. Hallelujah. ഹല്ലേലൂയ. There is a world famous singer and his name is Billy Joel. ഒരു ലോക പ്രശസ്തനായ ഒരു ഗായകനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ബില്ലി ജോയൽ. He's a songwriter, he's a pianist, and he is a very famous guy. അദ്ദേഹം ഒരു ഗാനരചയിതാവാണ്, പിയാനിസ്റ്റ് ആണ്, അദ്ദേഹം വളരെ പ്രശസ്തനാണ്. And you know, it was the occasion of his daughter's birthday. ഒരിക്കൽ തന്റെ മകളുടെ ജന്മദിനത്തിൽ The previous day he called up because he was in the pinnacle of his fame, so busy going from one city to other for shows. താൻ അന്ന് തന്റെ പ്രശസ്തിയുടെ ഏറ്റവും കൊടുമുടിയിലായിരുന്നു, തിരക്കേറിയ ജീവിതമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം He was going from one city to other. ഒരു പട്ടണത്തിൽ നിന്നും അടുത്ത പട്ടണത്തിലേക്ക് തിരക്കേറിയ യാത്ര. He was so busy. വളരെ തിരക്ക്. And the next day was his daughter's birthday. പിറ്റേ ദിവസം തന്റെ മകളുടെ ജന്മദിനമാണ്. So he called up his daughter. താൻ തന്റെ മകളെ വിളിച്ചു. Daughter, I'm so sorry Daddy cannot reach for your birthday to celebrate. മോളെ, നിന്റെ ജന്മദിനം ആഘോഷിക്കുവാനായി എനിക്ക് വരാൻ പറ്റാത്തതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. But definitely I will send a birthday gift. പക്ഷെ തീർച്ചയായിട്ടും ഞാനൊരു സമ്മാനം നിനക്ക് അയക്കുന്നുണ്ട്. The next day, പിറ്റേ ദിവസം the courier guys brought in a huge carton of gift into her room. എന്നാൽ ആ കൊറിയർ അതിലെ തൊഴിലാളികൾ ഒരു വലിയ കാർട്ടൺ ബോക്സ് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. Usually we get a small packet. നമ്മൾ But this is a huge packet. സാധാരണ ഒരു ചെറിയ പൊതിയൊക്കെയാണ് ബർത്ത്ഡേ കിട്ടാറ്. ഇത് വലിയൊരു പൊതി, 6 foot tall, 6 അടി പൊക്കമുള്ള, 4 feet wide, 4 അടി വീതിയുള്ള huge. വലിയൊരു പൊതി. And the girl was so excited. അയ്യോ, ഈ പെൺകുട്ടിക്ക് ഭയങ്കര ആവേശമായി. Even though the daddy didn't come, the gift has come. Huge, big one, more than she could imagine. അപ്പക്ക് വരാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് വലിയൊരു സമ്മാനം അയച്ചിട്ടുണ്ട്. And he sought the help of the courier guys, and all of them together opened that gift packet. ആ മകൾ ആ കൊറിയർ ഗൈസിന്റെ എല്ലാവരുടെ സഹായത്തോടു കൂടി ആ സമ്മാനപ്പൊതി അഴിക്കാൻ തുടങ്ങി. When they opened that huge carton, ആ വലിയ കാർട്ടൺ അവര് തുറന്നു കഴിഞ്ഞപ്പോൾ her daddy came out. അവളുടെ പിതാവ് തന്നെയാണ് പുറത്തേക്ക് വന്നത്. Hallelujah. ഹല്ലേലൂയ. That's how he expressed his love for us. അപ്രകാരമാണ് ആ പിതാവ് നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തിയത്. Eternal life is Jesus himself. ഈ നിത്യജീവൻ എന്നത് യേശു തന്നെയാണ്. Hebrews chapter 1 verse number 3. എബ്രായ ലേഖനം 1:3. The Son,
the Son of God, Jesus, is the radiance of God's glory and the exact representation of His being, sustaining all things by His powerful word. After He had provided purification for sins, He sat down at the right hand of the Majesty in heaven. പുത്രൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും. John chapter 17 and verse number 3 says, യോഹന്നാന്റെ സുവിശേഷം 17:3, Now this is eternal life, that they know you, the only true God, and Jesus Christ whom you have sent. അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. Hallelujah. ഹല്ലേലൂയ. So knowing God the Father and knowing Jesus Christ is called eternal life. പിതാവാം ദൈവത്തെയും യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. Hallelujah. ഹല്ലേലൂയ. But remember one thing, this is a free gift from God, eternal life. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഈ നിത്യജീവൻ കർത്താവിൽ നിന്നുള്ള സൗജന്യമായ സമ്മാനമാണ്. Hallelujah. ഹല്ലേലൂയ. Some people think that if you do good things, you will get eternal life. ചില ആളുകൾ ചിന്തിക്കുന്നു നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ നിത്യജീവൻ കിട്ടും. But do you know something? അറിയാമോ? Good people will never go to heaven. നല്ല ആളുകൾ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പോവുകയില്ല. Good people will never go to heaven. നല്ല ആളുകൾ സ്വർഗ്ഗത്തിൽ പോവുകയില്ല. Then bad people will go? അങ്ങനെയെങ്കിൽ ചീത്ത ആൾക്കാർ പോകുമോ? No, I didn't say that. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. But the saved people will go to heaven, whether you are good or bad. നിങ്ങൾ നല്ല വ്യക്തിയാണോ ചീത്ത വ്യക്തിയാണോ എന്നുള്ളതല്ല, എന്നാൽ രക്ഷിക്കപ്പെട്ടവരാണ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത്. Hallelujah. ഹല്ലേലൂയ. Who will go to heaven? ആര് സ്വർഗ്ഗത്തിൽ പോകും? The saved people. രക്ഷിക്കപ്പെട്ടവർ. Your background is not a problem. നിങ്ങളുടെ പശ്ചാത്തലം ഒരു പ്രശ്നമല്ല. The degree of your sin is not a problem. നിങ്ങളുടെ പാപത്തിന്റെ നിലവാരം ഒരു പ്രശ്നമല്ല. കൊച്ചു പാപി, വലിയ പാപി, മീഡിയം പാപി is not a problem. നിങ്ങൾ ചെറുതാണോ വലിയ പാപിയാണെന്നുള്ളത് പ്രശ്നമല്ല. Anyway, you are പാപി. നിങ്ങളൊരു പാപിയാണല്ലോ. Only the saved people will reach heaven. രക്ഷ പ്രാപിച്ചവർ മാത്രമേ സ്വർഗ്ഗത്തിലെത്തുകയുള്ളൂ. Say hallelujah to the Lord. ഹല്ലേലൂയ. Second category, 2, righteousness is a gift of God. നീതി ഒരു ദൈവത്തിന്റെ സമ്മാനമാണ്. Romans 5 verse number 17. റോമർ 5:17. For if by the trespass of one man death reigned through that one man, how much more will those who receive God's abundant provision of grace and of the gift of righteousness reign in life through the one man, Jesus Christ. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. നീതിദാനം underline, the gift of righteousness underline. അവിടെ നീതി എന്ന സമ്മാനം, നീതിദാനം എന്നുള്ള വചനം നിങ്ങൾ അടിവരയിടുക. Many people have a confusion with this term righteousness. പല ആളുകൾക്കും നീതി എന്ന വാക്ക് വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട്. Simply speaking, righteousness is right stand with God. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീതി എന്നത് ദൈവവുമായിട്ടുള്ള ശരിയായ നിൽപ്പ്. That is righteousness. അതാണ് നീതി. But the Bible says all our righteous deeds are like filthy rags. എന്നാൽ വചനം പറയുന്നു നമ്മുടെ സകല നീതി പ്രവൃത്തികളും അഴുക്കുപുരണ്ട തുണി പോലെയാണ്. Whatever you do, you are doing from your sinful nature and it will not fulfill God's righteousness. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ ആ പാപ പ്രകൃതത്തിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അത് ഒരിക്കലും കർത്താവിനെ പ്രസാദിപ്പിക്കുകയില്ല. Suppose a leper is coming to your house. ചിന്തിക്കുക, ഒരു കുഷ്ഠരോഗി നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. Okay, because out of your compassion you let in the leper. നിങ്ങൾ നിങ്ങളുടെ മനസ്സലിവ് കൊണ്ട് ആ വ്യക്തിയെ അകത്തേക്ക് ക്ഷണിച്ചു. And he said, please take your seat. നിങ്ങൾ പറഞ്ഞിരിക്കാൻ പറഞ്ഞു. And the leper is now sitting in your sofa. ഇപ്പോൾ നിങ്ങളുടെ സോഫയിൽ അദ്ദേഹം ഇരിക്കുകയാണ്, കുഷ്ഠരോഗി ഇരിക്കുകയാണ്. And he's saying, sir, madam, I have brought a gift for you. മാഡം, സർ, ഞാൻ ഒരു സമ്മാനം നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. Here it is for you, a laddu. ഒരു ലഡു നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തന്നു കഴിഞ്ഞാൽ What will you do? നിങ്ങൾ എന്ത് ചെയ്യും? Full of pus, leprosy all over his fingers, but beautiful laddu. What will you do? നല്ല കണ്ടാൽ നല്ല ഭംഗി തോന്നുന്ന ഒരു ലഡു, പക്ഷേ അദ്ദേഹത്തിന്റെ പഴുപ്പും ആ കുഷ്ഠവും എല്ലാം നിറഞ്ഞിരിക്കുന്നു. What will you do? പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? തിന്നുവോ, വാങ്ങിക്കുവോ,
ആളെ പുറത്താക്കുമോ, എന്ത് ചെയ്യും? മേ ബി ഇൻ ഓർഡർ ടു നോട്ട് ടു ഹേർട്ട് ദാറ്റ് ഫെലോ യു വിൽ ഗെറ്റ് ഇറ്റ്, ബട്ട് വിതൗട്ട് ഹിസ് നോളജ് യു വിൽ ത്രോ ഇറ്റ് അവേ. ഒരുപക്ഷെ അദ്ദേഹത്തെ മുറിപ്പെടുത്താതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ക്ഷണത്തിൽ നമ്മൾ വാങ്ങിച്ചെന്നിരിക്കും, പക്ഷേ നമ്മൾ അദ്ദേഹം കാണാൻ നമ്മളത് വലിച്ചെറിഞ്ഞു കളയും. This is what God the Father is communicating with us. ഇതാണ് സ്വർഗത്തിലെ പിതാവ് ഇവിടെ നമ്മളോട് പറയുന്നത്. Son, I love you. മകനെ, ഞാൻ നിന്നെ Daughter, സ്നേഹിക്കുന്നു. I love you. മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. But you are full of leprosy of sin. പക്ഷേ പാപം എന്ന കുഷ്ഠം നിന്നെ ബാധിച്ചിരിക്കുന്നു. So whatever gift you give me is not acceptable here. നീ എന്തൊക്കെ സമ്മാനം എനിക്ക് നൽകിയാലും ഇവിടെ സ്വീകരിക്കപ്പെടുന്നതല്ല. Because sin is the leprosy of the soul. കാരണം പാപം ആത്മാവിന്റെ കുഷ്ഠമാണ്. So those gifts will not be accepted. അപ്രകാരമുള്ള സമ്മാനങ്ങൾ സ്വീകരിക്കപ്പെടുന്നതല്ല. So God said, no, I don't want your laddu. കർത്താവ് പറഞ്ഞു, വേണ്ട, നിന്റെ ലഡു എനിക്ക് വേണ്ട. I will first heal your leprosy. ആദ്യം ഞാൻ നിന്റെ കുഷ്ഠം സൗഖ്യമാക്കാം. Hey, ലോ, I will heal your leprosy first. ആദ്യം ഞാൻ നിന്റെ കുഷ്ഠം സൗഖ്യമാക്കാം. That's why Jesus came into this world. അതിനുവേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. He fulfilled the righteousness of God, all the requirements of the law on the cross of Calvary. അവൻ ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന സകല കാര്യങ്ങളും അവൻ കാൽവരി ക്രൂശിൽ പൂർത്തിയാക്കി. Then he said, give me your leprosy, I will give you my holiness and health. നിങ്ങളുടെ കുഷ്ഠം എനിക്ക് നൽകുക, എന്റെ വിശുദ്ധി ഞാൻ നിങ്ങൾക്ക് നൽകാം. So Jesus took all our leprosy, all our sin on the cross of Calvary. കാൽവരി ക്രൂശിൽ നമ്മുടെ സകല കുഷ്ഠവും നമ്മുടെ സകല പാപവും കാൽവരി ക്രൂശിൽ യേശു വഹിച്ചു. And in exchange he gave us his righteousness. അതിന് പകരമായി അവന്റെ നീതി നമുക്ക് നൽകി. That's why it is called righteousness is a gift from God. അതുകൊണ്ടാണ് നീതി ദൈവത്തിന്റെ ദാനമാണെന്ന് പറയുന്നത്. If you give your righteous acts, it is just like a filthy rag. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായ നല്ല പ്രവൃത്തികൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അഴുക്ക് നിറഞ്ഞ കറപുരണ്ട തുണി പോലെയാണ്. That will not be accepted in heaven. അത് സ്വർഗ്ഗത്തിൽ സ്വീകരിക്കപ്പെടുന്നതല്ല. Instead, Jesus will give you a holy, sparkling, bright robe of righteousness. എന്നാൽ യേശു ശുഭ്രമായ തിളങ്ങുന്ന ഒരു വെണ്മയുള്ള നീതിയുടെ വസ്ത്രമാണ് നിനക്ക് നൽകുന്നത്. Shout a big hallelujah. ഒരു വലിയ ഹല്ലേലൂയ. So what is number one gift that we receive? നമ്മൾ സ്വീകരിച്ച ആദ്യത്തെ സമ്മാനം ഏതാണ്? Can hear you? നിത്യജീവൻ. Yeah, eternal life. What is the second one? രണ്ട്, Righteousness. നീതി. Righteousness we don't generate. Righteousness we receive from Christ. നമ്മൾ നീതി സ്വയം ഉൽപ്പാദിപ്പിക്കുകയല്ല, നമ്മൾ കർത്താവിൽ നിന്ന് അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. Because from the womb of our mother we are counted as sinners. കാരണം നമ്മുടെ അമ്മയുടെ ഗർഭം മുതൽ നമ്മൾ പാപികളായി എണ്ണപ്പെട്ടവരാണ്. So whatever we do is like the offer of the leper. നമ്മൾ എന്തൊക്കെ കർത്താവിന് നൽകാൻ ശ്രമിച്ചാലും അത് ഒരു കുഷ്ഠരോഗി കൊടുക്കുന്നത് പോലെ ഇരിക്കും. സഹോദരിയുടെ പേര് നിമിഷ എന്നാണ്. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരത്ത് നിന്നാണ് ആ സഹോദരി വരുന്നത്. നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ഒരു കുടുംബമാണിത്. ഈ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. 4 വർഷമായി, പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവർ കുടുംബമായി ഒത്തിരി ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു. വളരെ നിരാശയിലായി, വളരെ പ്രയാസപ്പെട്ടു. എന്നാൽ ഇവർ പറഞ്ഞത് എങ്ങനെയാണ്, എല്ലാ ദിവസവും ബ്രദർ TV പ്രോഗ്രാമിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ സഹോദരിയുടെ അച്ഛനാണ് എപ്പോഴും TV പ്രോഗ്രാം കാണുന്നത്. ഈ അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കും. സമയം കിട്ടുമ്പോഴെല്ലാം ഈ മകളും ഈ TV പ്രോഗ്രാം കാണുമ്പോൾ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ടിവിയുടെ ഫ്രണ്ടിൽ വന്ന് തൻ്റെ വയറിൽ കൈവച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ സഹോദരി പറയുകയാണ്, ദൈവത്തിൽ പരിപൂർണമായിട്ട് ഈ കുടുംബം മുഴുവൻ ആശ്രയിക്കാൻ തുടങ്ങി. അച്ഛനും ഇവരെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ TV പ്രോഗ്രാം കണ്ട് ബ്രദർ പ്രാർത്ഥിക്കുന്നുണ്ട് മോളെ, ദൈവം തീർച്ചയായും നിങ്ങൾക്ക് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 4 വർഷത്തിന് ശേഷം 2015 മാർച്ച് മാസത്തിൽ ഈ സഹോദരി പ്രഗ്നൻ്റ് ആയി. 4 വർഷം മാർച്ചിൽ പ്രഗ്നൻ്റ് ആയി. ഡിസംബർ ആയപ്പോഴത്തേക്കും ഒരു നല്ലൊരു കുഞ്ഞിനെ ദാനമായി കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. ഈ സഹോദരി പറയുന്നത് പ്രഗ്നൻസി പീരീഡിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഷുഗർ കൂടുതലായിരുന്നു, ഒത്തിരി ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം നമ്മുടെ TV പ്രോഗ്രാം കണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇത് സാക്ഷ്യം പറയാൻ വേണ്ടി ഇതുവരെ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിൽ പോയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഇന്ന് ആദ്യമായിട്ടൊരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിൽ പങ്കെടുക്കുകയാണ്. ഇതുവരെ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിലും പോയിട്ടില്ല. നമ്മുടെ TV പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണും. പക്ഷേ ഇവർ ആദ്യമായിട്ട് ഇവിടെ വന്ന് കുഞ്ഞിനെയും വന്ന് സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ്. ബ്രദർ, അച്ഛൻ വന്നിട്ടുണ്ടോ? എവിടെയുണ്ട്? അച്ഛനും അമ്മയുണ്ടോ? നിമിഷയുടെ അച്ഛൻ ഏറ്റവും പുറകിൽ.
അച്ഛനാണ് ഇതിൻ്റെ പുറകിൽ കൂടുതൽ വിശ്വസിച്ചതും അവളെ എൻകറേജ് ചെയ്തതും. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. എല്ലാ അച്ഛന്മാരും ഇങ്ങനെയായിരിക്കണം. മക്കൾക്ക് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛന്മാരായിരിക്കണം. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവേ, നിമിഷ എന്ന ഈ സഹോദരിക്ക് വേണ്ടി അങ്ങ് ചെയ്ത ഈ അത്ഭുതത്തിനായി നന്ദി പറയുന്നു. ഇതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ മക്കളില്ലാതെ ദുഃഖിക്കുന്നവർക്ക് വേണ്ടി ഇവിടെ നിമിഷ സാക്ഷിയായി നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. എത്ര പേർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും? കൈകളെല്ലാം ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ്, അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ എത്ര നാൾ ഞാൻ കാത്തിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണമേ. മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും അങ്ങ് കടാക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ഒക്ടോബർ 7 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കുന്നംകുളം ഒക്ടോബർ 8 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ലോട്ടസ് പാലസ്, വടക്കാഞ്ചേരി റോഡ്, കുന്നംകുളം. നമുക്കെല്ലാവർക്കും ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അങ്ങയുടെ കരം നീട്ടി അത്ഭുതകരമായ വിടുതലുകൾ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നട്ടലിനെ സംബന്ധിച്ചുള്ള രോഗങ്ങൾ ഈ നിമിഷങ്ങളിൽ സൗഖ്യമാകുകയാണ്. എങ്ങനെയാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്, എന്നാൽ അസാധ്യമായ വല്ല കാര്യവും ഉണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ബാക്ക് ബോൺ സൗഖ്യമാകട്ടെ. സ്പൈനൽ കോഡിനോ എവിടെയാണ് പ്രശ്നം, ഡിസ്കുകൾക്കാണെങ്കിൽ അവിടെ ദൈവമേ അങ്ങൊരു വലിയ വിടുതൽ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. തോളെല്ലിന് കുഴപ്പമുള്ള ചിലരെയും കർത്താവ് സൗഖ്യമാക്കുന്നു. കഴുത്തിന് തേയ്മാനമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സിവിയർ ആസ്മ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എന്ന് വെച്ചാൽ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ കഴിയുന്നില്ല, അതുപോലെ തണുത്തത് എന്ത് ചെയ്താലും ഭയങ്കരമായി ആസ്മ രോഗം, വീസിങ് അഗ്രവേറ്റ് ചെയ്യുന്ന ചില വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകുന്നു. കിഡ്നികൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. ഗോൾ ബ്ലാഡർ സൗഖ്യമാകട്ടെ. ബ്രെയിൻ ട്യൂമർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇറ്റ് ഈസ് സോ സിവിയർ ഇൻ ജീസസ് നെയിം. ആ രോഗം ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതുപോലെ സിവിയർ അലർജി സൗഖ്യമാകുന്നു ഇൻ ജീസസ് നെയിം. വിവിധ രീതിയിലുള്ള അലർജികൾ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. മൈഗ്രെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി ഇപ്പോൾ തന്നെ ആ വിടുതൽ സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഏത് രോഗമാണെങ്കിലും പ്രശ്നമാണെങ്കിലും കർത്താവെ ഈ സമയത്ത് അങ്ങ് അത്ഭുതകരമായ വിടുതൽ ഓരോ വ്യക്തികൾക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് നന്ദി. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. മൺഡേ ടു ഫ്രൈഡേ വി ആർ ദേർ. മാത്രമല്ല ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് കോഴിക്കോടും കുന്നംകുളത്തുമാണ്. തീർച്ചയായും വരണം. മാത്രമല്ല ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ദൈവപ്രസാദം ദ ഫേവർ ഓഫ് ഗോഡ് എന്ന പുതിയ പുസ്തകം ഓൺലൈനായി കരസ്ഥമാക്കാം. നിങ്ങൾക്ക് ഫോണിൽ വിളിച്ചാൽ ഡീറ്റെയിൽസ് ലഭിക്കും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോൾ നിങ്ങൾക്കത് ലഭ്യമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലെസ്സിംഗ് സെൻറ്ററിൽ വന്നാൽ ലഭിക്കും. കർത്താവ് ഇതിലൂടെ എല്ലാം ധാരാളം അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.